ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു ഐപ്ലസ് ട്രെയിനിങ് സൊല്യൂഷൻസ്. സോ നമ്മളെ ഐപ്ലസിൽ നമ്മളൊരു ക്വസ്റ്റ്യൻ ഡിസ്കഷൻ നടത്തുമായിരുന്നു. സെറ്റ് ഹിന്ദിയുടെ 2026 ജാനുവരിയിൽ നടന്ന ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഡിസ്കഷൻ ആയിരുന്നു. സോ പ്രീവിയസ് ക്ലാസ്സിൽ ഓരോ ക്വസ്റ്റ്യൻസും നമ്മൾ അനലൈസ് ചെയ്തു ആൻഡ് ഒരു 20ഓളം ചോദ്യങ്ങൾ നമ്മൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു അല്ലേ. അപ്പം എവിടെയൊക്കെയാണ് നമുക്ക് തെറ്റുപറ്റിയത് എന്നൊക്കെ നമുക്ക് മനസ്സിലായി. നമുക്ക് അടുത്തൊരു സെക്ഷനിലേക്ക് പോകാം. ഓക്കെ ഫൈൻ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മുടെ ഭാഷയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ചോദ്യമാണ്. ബഖേലി ബോലി കിസ് ക്ഷേത്രമേ ബോലി ജാത്തി ഹെ. നമുക്കറിയാം ഭാഷയുടെ ഉദ്ഭവ വികാസം ഒക്കെ പഠിച്ച് അതിന്റെ എൻഡിലെത്തുന്ന സമയത്ത് നമ്മൾ അതിന്റെ ഉപഭാഷകളും ബോലികളും അല്ലെ ഓരോ അപഭ്രംശത്തിൽ വരുന്ന ഉപഭാഷകളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യാറുണ്ട്. അപ്പൊ അതിൽ നിന്നുള്ളൊരു ചോദ്യമാണ് ബഖേലി ബോലി ഏത് ക്ഷേത്രത്തിലാണ്. അപ്പൊ നമ്മുടെ വിസ്തൃതമായി കിടക്കുന്ന ക്ഷേത്രങ്ങളിൽ ഓരോ ഏരിയയിലും അല്ലെ ഓരോ ഭാഷകളുടെ ബോലികളാണ് സംസാരിക്കുന്നത്. ബഖേലി ബോലി രാജസ്ഥാൻ, ഉത്തർപ്രദേശ്, മധ്യപ്രദേശ്, ബീഹാർ. രാജസ്ഥാനാണോ, ഉത്തർപ്രദേശിലാണോ, മധ്യപ്രദേശിലാണോ അഥവാ ബീഹാറിലാണോ നമ്മുടെ ബഖേലി ബോലി സംസാരിക്കുന്നത് എന്നുള്ളതാണ് ചോദ്യം. വളരെ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ചോദിക്കാൻ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന രീതിയിലുള്ള ഒരു ചോദ്യമാണ്. ഓപ്ഷൻ സി മധ്യപ്രദേശ് ആണ് ഇതിന്റെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. എല്ലാവർക്കും കിട്ടി കാണുമെന്ന് വിചാരിക്കുകയാണ്. ആൻഡ് അതുമായി ബന്ധപ്പെട്ട ഒന്ന് രണ്ട് പോയിന്റ് നമ്മൾ നോക്കി വെക്കേണ്ട പോയിന്റുകളാണ് ഇവിടെ പറയുന്നത്. ബഖേലി ബോലി മുഖ്യ രൂപ സെ മധ്യപ്രദേശ് ക്ഷേത്ര ബഖേൽഖണ്ഡ്, रीवा, सतना, सीधी, शहडोल, उमरिया में बोली जाती है. ഈ സ്ഥലങ്ങളൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. इसके अलावा एक उत्तर प्रदेश के कुछ सीमावर्ती जिले जैसे मिर्जापुर, പ്രയാഗ്രാജ് में भी प्रचलित है. ഉത്തർപ്രദേശിലെ കുറച്ച് ഉള്ളിലേരിയ ആയിട്ടുള്ള മിർജാപൂരിലും പ്രയാഗ്രാജിലൊക്കെ കൂടെ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു ഭാഷ സംസാരിക്കുന്നുള്ളത് കൂടി ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. ചുങ്കി മുഖ്യ ക്ഷേത്ര മധ്യപ്രദേശ് മേ ഹേ, इसलिए വികല്പ സി ആണ് കറക്റ്റ്. അപ്പം നമ്മുടെ ഓപ്ഷൻ ഉത്തർപ്രദേശും ഉണ്ട്, പക്ഷെ ഉത്തർപ്രദേശിന്റെ വളരെ കുറച്ച് പോർഷൻസിലാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഓപ്ഷൻ സി ആയിട്ടുള്ള മധ്യപ്രദേശ് നമുക്ക് ലോക്ക് ചെയ്യാനായിട്ട് സാധിക്കും അല്ലെ. അപ്പൊ മധ്യപ്രദേശിലാണ് ബഖേലി ബോലി മെയിൻ ആയിട്ട് സംസാരിക്കുന്നത് എന്നുള്ളത് ക്ലിയർ അല്ലേ. ഒട്ടും തന്നെ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിലുള്ള ഒരു ചോദ്യമല്ല. രണ്ടാമത്തെ ചോദ്യം, 22ാമത്തെ ചോദ്യം. रामकथा पर आधारित गुरु गोविंद सिंह की रचना का नाम क्या है. രചനാകാരും അവരുടെ രചനകളും പഠിക്കുന്ന സമയത്ത് നമ്മൾ പഠിക്കുന്നതാണ് അല്ലെ. റാം കഥയെ ആധാരമാക്കിയിട്ടുള്ള ഗുരു ഗോവിന്ദ സിംഹിന്റെ രചന ഏതാണ്? ഗോവിന്ദ രാമായൺ, ബർവേ രാമായൺ, പവിത്ര രാമായൺ, ബാലരാമായൺ. ഓക്കെ, ഇത് നമുക്ക് രാമായണാണ് എല്ലാത്തിലും, അതുകൊണ്ട് അങ്ങനെ കണക്ട് ചെയ്യാനൊന്നും പറ്റുന്നില്ല, പഠിക്കുക തന്നെ വേണം അല്ലെ. നോക്കാം ഏതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ആൻസർ വരുന്നത് ഗോവിന്ദ രാമായൺ ആണ് കേട്ടോ. റാംകഥ പർ ആധാരിത് ഗോവിന്ദ സിംഹിന്റെ രചന ഗോവിന്ദ രാമായൺ തന്നെയാണ് അല്ലെ. പേരിൽ നിന്ന് തന്നെ നമുക്ക് കണക്ട് ചെയ്ത് പഠിക്കാനായിട്ട് പറ്റും. ഗോവിന്ദ സിംഹിന്റെ ഗോവിന്ദ രാമായൺ. സോ അതുമായി ബന്ധപ്പെട്ട ഒന്ന് രണ്ട് പോയിന്റ്സ് നമുക്ക് നോക്കാം. रामकथा पर आधारित गुरु गोविंद सिंह की रचना का नाम गोविंद रामायण, जिसे राम अवतार के नाम से भी जाना जाता है. राम अवतार എന്നുള്ള പേരിൽ കൂടെ ഈ ഒരു രചനയെ അറിയപ്പെടുന്നുണ്ട്. जो दसम ग्रंथ का ही हिस्सा है. गुरु गोविंद सिंह ने राम अवतार में रामायण की कथा को योद्धा और आध्यात्मिक गुरु के रूप में प्रस्तुत किया है. जो पारंपरिक रामायण से भिन्न एक अनूठी कृति है, जिसमें हिंदू पौराणिक कथाओं, सिख धर्मशास्त्र और फारसी काव्य का संयोजन है. ഓക്കെ, ഈ പറഞ്ഞ പോലെ പാരമ്പരിക രാമായണത്തിന്റെ കൂടെ തന്നെ ഹിന്ദു പൗരാണിക് കഥകളും സിഖ് ധർമ്മശാസ്ത്രവും ഫാർസി കാവ്യ എല്ലാത്തിന്റെയും ഒരു കളക്ഷൻ ആയിട്ട് നമുക്ക് ഇതിനെ പറയുക കൂടി ചെയ്യാം. और फारसी काव्य का संयोजन है. सही विकल्प ए ആണ് गोविंद रामायण. गोविंद रामायण गुरु गोविंद सिंह द्वारा रचित है. ബർവേ രാമായൺ വളരെ ഇമ്പോർട്ടന്റ് ആണ് അല്ലെ. ബർവേ രാമായൺ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്, തുളസീദാസിന്റെ രചനയാണ്. ആൻഡ് ബാലരാമായൺ രാജശേഖർ ദ്വാരാ രചിത് രചനാഹ്യം. സോ ബാക്കിയുള്ള ഓപ്ഷൻസ് കൂടി നമ്മൾ എപ്പോഴും പറയാറുണ്ട്, ഒരു ക്വസ്റ്റ്യൻ നമ്മൾ കിട്ടുന്ന സമയത്ത് നമുക്ക് ഇതിന്റെ ആൻസറിലേക്ക് എത്തുമ്പോൾ അതിന്റെ ഒപ്പം തന്നെ ബാക്കി ഓപ്ഷൻസ് കൂടി നമുക്കൊന്ന് കണക്ട് ചെയ്ത് പഠിക്കുകയാണെങ്കിൽ നമ്മൾ ആ ഒരു ഏരിയ കംപ്ലീറ്റ് ആയിട്ട് പഠിച്ചിട്ടുണ്ട് എന്നാണ് അതിന്റെ അർത്ഥം. ഓക്കെ, സോ ക്ലിയർ അല്ലേ. സോ ഇത്രയും കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്ത് വയ്ക്കാം കേട്ടോ. സോ അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. മൂന്നാമത്തെ ചോദ്യമാണ്, 23ാമത്തെ ചോദ്യം. താരസപ്തഹ് നാമ കവി സംഗ്രഹ് കിസ് പത്രിക സെ പ്രേരിത് ത. താരസപ്തഹ് അല്ലെ, താരസപ്തഹ് ഇവിടെ എന്ന് പറയുന്ന കാവ്യസംഗ്രഹം ഏത് പത്രികയിൽ നിന്ന് പ്രേരിതമാണെന്നാണ് ചോദ്യം. അപ്പൊ താരസപ്തഹ് പഠിക്കുന്ന സമയത്ത് താരസപ്തഹിന്റെ വർഷം, താരസപ്തഹിലെ കവികൾ, അതിലില്ലാത്ത കവികൾ, അങ്ങനെയൊക്കെ തിരിച്ചു മറിച്ചൊക്കെ ചോദിക്കാറുണ്ട്. ഇവിടെ താരസപ്തഹ് എന്ന കാവ്യസംഗ്രഹം ഏത് പത്രികയുമായിട്ട്
ഏത് പത്രികയിൽ നിന്ന് പ്രേരിതാണെന്നാണ് ചോദ്യം. മധുവാല, കൽപ്പന, നയ, പ്രതീക്, സരസ്വതി എല്ലാം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പത്രികകളാണ്. സരസ്വതിയുടെ ഒക്കെ വർഷം, മഹാവീർ പ്രസാദ് ദ്വിവേദി സരസ്വതി പത്രികയുടെ സമ്പാദകമായിരുന്ന വർഷമൊക്കെ ചോദിക്കാറുണ്ട്. മധുവാല, കൽപ്പനയൊക്കെ ആരുടെയാണ് പത്രിക എന്ന് ഓർക്കാം. കൽപ്പന ആഘേജി. ഓക്കെ, ഉത്തരം വരുന്നത് ആഘേജിയുടെ പത്രിക ആയിട്ടുള്ള അല്ലെ. നമുക്ക് ചിലപ്പം ഈ ഒരു ചോദ്യം നേരെ ആൻസർ അറിയില്ലെങ്കിൽ പോലും നമുക്കൊരു അല്ലെ ഓരോ പത്രികകളുടെയും സമ്പാദക ആരാണെന്ന് അറിഞ്ഞാൽ തന്നെ നമുക്ക് ഇത് കിട്ടും. താരസപ്താഹം നമുക്കറിയാം ആഘേജിയുടെ മായി റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് അല്ലെ. അപ്പം കൽപ്പന എന്ന് പറയുന്ന പത്രിക അദ്ദേഹത്തിന്റെ തന്നെയാണ്, അദ്ദേഹത്തിന്റെ സമ്പാദകമായിട്ട് ഉണ്ടായിരുന്നതാണ്. അപ്പം നോക്കാം. താരസപ്താഹ് का संपादन 1943 वर्षम वेरी इंपॉर्टेंट ईयर ആണ്. सच्चिदानंद हीरानंद वत्सीय ने किया था. यह माना जाता है कि तारासप्तक की योजना और संकलन की प्रेरणा ഹൈദരാബാദ് से निकलने वाले कल्पना पत्रिका से मिली है. ആൻഡ് ഇവിടെ നമ്മൾ വേറെ കാര്യം ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു സ്ഥലമാണ് കേട്ടോ, ഹൈദരാബാദ്. ഓരോ പത്രികകളും എവിടെ നിന്നാണ്, ഏത് സ്ഥലത്ത് നിന്നാണ് ഇറങ്ങിയിട്ടുള്ളതെന്നൊക്കെ ചോദിക്കാറുണ്ട്. कल्पना पत्रिका ने उस समय के प्रयोग धर्म कवियों को एक मंच प्रदान करने में महत्वपूर्ण भूमिका निभाई थी. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോൾ വഹിച്ച പത്രികയാണ് കൽപ്പന പത്രിക. സിദ്ധാനന്ദ ഹിരാനന്ദ വത്സേയ 1943 ഇങ്ങനെയും കാര്യങ്ങളൊക്കെ ഈ ക്വസ്റ്റ്യനുമായി റിലേറ്റ് ചെയ്ത് ഓർത്തു വയ്ക്കുക കേട്ടോ. അടുത്തത് രസ് കോ കിസ്നെ ആത്മാനന്ദ് കഹാ ഹെ. റസിനെ ആരാണ് ആത്മാനന്ദ് എന്ന് പറഞ്ഞത്? ആനന്ദവർദ്ധൻ, അഭിനവ് ഗുപ്ത, വിശ്വനാഥ മമ്മട്ട്. ഓക്കെ, നമ്മുടെ ഭാരതീയ കാവ്യശാസ്ത്രത്തിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആചാര്യന്മാരാണ് അല്ലെ. ധ്വനി സിദ്ധാന്ത്, ആനന്ദവർദ്ധൻ. ഓക്കെ, ഇവരുടെയൊക്കെ കഥനുകൾ, ഇവരുടെയൊക്കെ ബുക്കുകൾ ഒക്കെ തന്നെ ചോദിക്കാറുണ്ട്. രസ് കോ കിസ്നെ ആത്മാനന്ദ് കഹാ ഹെ എന്നതാണ് നമ്മുടെ ചോദ്യം. ആൻസർ ഓപ്ഷൻ സി വിശ്വനാഥ് ആണ് കേട്ടോ. വിശ്വനാഥാണ് രസിനെ ആത്മാനന്ദ് എന്ന പേരിൽ അറിയപ്പെട്ടത്, അറിഞ്ഞത് അല്ലെങ്കിൽ പറഞ്ഞത്. രസുകോ ആത്മാനന്ദ് യാ ബ്രഹ്മാനന്ദ സഹോദർ, രണ്ട് വേർഡ്സും നോട്ട് ചെയ്ത് വെക്കുക. ഇതിന്റെ മറ്റൊരു പേര് എന്താന്നുള്ള രീതിയിലും ചോദിക്കാം. ആത്മാനന്ദ് അഥവാ ബ്രഹ്മാനന്ദ സഹോദർ. ബ്രഹ്മക്കെ ആനന്ദ് കെ സമാൻ, ബ്രഹ്മത്തിന്റെ ആനന്ദത്തിന് സമാനം. कहने वाले मुख्य आचार्य विश्वनाथ हैं. आचार्य विश्वनाथ ने अपने ग्रंथ साहित्य दर्पण, वेरी इंपॉर्टेंट रचना साहित्य दर्पण विश्वनाथिന്റെ ആണ്, को ब्रह्मानंद सहोदर कहकर, रस को ब्रह्मानंद ब्रह्मास्वाद सहोदर कहकर उसे आत्मानंद से अभिन्न माना है അല്ലെ. അത് ആത്മാനന്ദിൽ നിന്ന് അഭിന്നാണ് അല്ലെ, മാറ്റിവെക്കാൻ പറ്റാത്ത ഒന്നാണ് എന്നുള്ള രീതിയിൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. സോ അതിന് ആൻസർ വരുന്നത് വിശ്വനാഥ് ആണ്. ആൻഡ് രചനയുടെ പേര് സാഹിത്യ ദർപ്പണാണ്. അദ്ദേഹത്തിന്റെ രചനയിൽ രസുക്കോ ബ്രഹ്മാസ്വാദ് സഹോദർ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇത്രയും കാര്യങ്ങൾ മസ്റ്റായിട്ട് അദ്ദേഹവുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിച്ചു വെക്കേണ്ടതാണ്. സെയിം ചോദ്യത്തിനെ പല രീതിയിലേക്ക് തിരിച്ചു മറിച്ചൊക്കെ ചോദിക്കാനായിട്ടുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. ക്ലിയർ അല്ലേ? 25ാമത്തെ ചോദ്യത്തിലേക്ക് പോകുമ്പോ ദുഷ്കർ ശബ്ദമേം കോൺസി സന്ധി ഹെ. മേലെ കുത്തുണ്ട് കേട്ടോ, സന്ധി. ഓക്കെ, നമ്മൾ ഇതിന്റെ ഫസ്റ്റ് സെക്ഷനിൽ ഒരു സമാസിന്റെ ക്വസ്റ്റ്യൻ ചെയ്തിരുന്നു, ഗ്രാമർ പോർഷനിൽ നിന്ന് തന്നെയാണ്. അഗെയിൻ ഇവിടെ സന്ധിയാണ് വന്നിട്ടുള്ളത്. സമാസിൽ നമ്മൾ രണ്ട് വാക്കുകൾ കൂടി ചേർന്നൊരു പുതിയ വാക്കുണ്ടാവുന്ന കാര്യമാണ് പറയുന്നത്. വേറെസ് ഇൻ സന്ധി രണ്ട് വാക്കുകളിലെ അക്ഷരങ്ങളാണ്, വർണ്ണങ്ങൾക്കാണ് ഇമ്പോർട്ടൻസ്. ഒക്കെ നമുക്ക് അറിയുന്ന കാര്യങ്ങളാണ്, മസ്റ്റായിട്ട് പഠിക്കേണ്ട കാര്യങ്ങളാണ്. അപ്പം ആദ്യത്തെ വാക്കിന്റെ അവസാനത്തെ വർണ്ണവും രണ്ടാമത്തെ വാക്കിന്റെ ആദ്യത്തെ വർണ്ണവും കൂടി ചേർന്ന് ഒരു ചേഞ്ച് ഉണ്ടാവുന്നു, അങ്ങനെ ഒരു പുതിയ വാക്ക് ഉണ്ടാവുന്നുണ്ട്. അതാണ് സന്ധിയിൽ നമ്മൾ ഓർത്തു വെക്കേണ്ടത്. സന്ധിയെ നമ്മൾ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്: സ്വരസന്ധി, വ്യഞ്ജന സന്ധി ആൻഡ് വിസർഗ സന്ധി. ആൻഡ് സ്വരസന്ധിയാണ് വീണ്ടും നമ്മൾ കാറ്റഗറീസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നത്: യണസന്ധി, ഗുണസന്ധി, ആയുധസന്ധി, ദീർഘസന്ധി ഒക്കെ പറഞ്ഞിട്ട്. ഓക്കെ, അപ്പൊ ഇവിടെ ക്വസ്റ്റ്യനിൽ ദുഷ്കർ ശബ്ദമേ കോൺസ സന്ധി എന്നാണ് ചോദിച്ചിട്ടുള്ളത് അല്ലെ. ഓപ്ഷൻ എ വിസർഗ സന്ധി, ഓപ്ഷൻ ബി യണസന്ധി, ഓപ്ഷൻ സി ഗുണസന്ധി ആൻഡ് ഓപ്ഷൻ ഡി വരുന്നത് ആയാധി സന്ധി. അയാധി സന്ധിയാണ്, അയാധി സന്ധിക്ക്. ഇതില് നമ്മുടെ ഉത്തരം വരുന്നത് ഓപ്ഷൻ എ വിസർഗസന്ധിയാണ്. അപ്പൊ നമുക്കറിയാം ഈ സ്വരസന്ധി എന്നും വ്യഞ്ജന സന്ധി എന്നും പറയുമ്പോൾ നമുക്ക് ആ പേര് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവും അല്ലെ. രണ്ട് സ്വരങ്ങൾ ചേർന്നൊരു സ്വരം ഉണ്ടാവുന്നു, ഒരു സ്വരമോ വ്യഞ്ജനമോ ചേർന്ന സ്വരം ഉണ്ടാവുന്നു എന്നുള്ളത് തന്നെയാണ് സ്വരസന്ധി. വേറെ വ്യഞ്ജനില് വ്യഞ്ജനുകൾ ചേർന്നിട്ടാണ് എന്ത് ഉണ്ടാവുന്നത്, സന്ധി കൂടി ചേർന്നുണ്ടാവുന്നത്.
ആൻഡ് വിസർഗ സന്ധിയാണ് അതിൽ നിന്ന് ഡിഫറെന്റ് ആയിട്ടുള്ളത്. വിസർഗ സന്ധിയിൽ നമ്മൾ ഈ പറയുന്ന പോലെ വിസർഗ അല്ലെ, രണ്ട് കുത്തുകളിട്ട ആ ഒരു ഇതാണ് ഉണ്ടാവുന്നത് സ്പ്ലിറ്റ് ചെയ്യുന്ന സമയത്ത്, സന്ധി വിച്ഛേദം ചെയ്യുന്ന സമയത്ത്. യണസന്ധിയും ഗുണസന്ധിയും ആയുധി സന്ധിയും ഒക്കെ സ്വരസന്ധിയുടെ ഭേദമാണ് കേട്ടോ. ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കണം. ഡെഫിനിഷൻസ് പഠിക്കുന്നതിലുപരി ഒരു വേർഡ് കണ്ടു കഴിഞ്ഞാൽ അതിൽ ഏത് സന്ധിയാണെന്ന് മനസ്സിലാക്കാൻ ആ ഒരു അപ്ലിക്കേഷൻ ലെവലിലാണ് നമ്മൾ സന്ധിയും സമാസവും ഒക്കെ പഠിക്കേണ്ടത്. ഫൈൻ. സോ ദുഷ്കർ എന്ന വാക്കിന്റെ ഒരു എക്സ്പ്ലനേഷൻ എങ്ങനെയാന്ന് നോക്കാം. ദുഷ്കർ ശബ്ദ കാ സന്ധി വിച്ഛേദ് എങ്ങനെയാണ്? ദുഹ പ്ലസ് കർ. ഓക്കെ, കണ്ടോ, ഇതാണ് ഇവിടുത്തെ വിസർഗ് വരുന്നത്. ओके, विसर्ग संधि के नियमों के अनुसार यदि विसर्ग से पहले ई या उ हो और उसके बाद ख ख फ फ में कोई वर्ण आए तो विसर्ग क्ष में बदल जाता है. കേട്ടോ, അപ്പോൾ നമ്മുടെ നിയമം എങ്ങനെയാണ്? ഈ ദുഹ അല്ലെ, ഈ വിസർഗിന് മുൻപ് ഈ ഉ എന്നുള്ള സ്വരം വന്നിട്ടുണ്ട്. എവിടെ സ്വരം ഫുൾ ആയിട്ട് വന്നില്ലെങ്കിലും ആ മാത്രമേ ഉണ്ട്. കണ്ടോ, ഊവിന്റെ മാത്രമേ ഉണ്ട് ധൂവില്. അതിനുശേഷം ക ഖ ഫ ഫ ഇതിലേതെങ്കിലും പറഞ്ഞാൽ അത് ക്ഷായായി മാറും എന്നുള്ളതാണ് വിസർഗസന്ധിയുടെ നിയമം. ഇവിടെ നോക്കിക്കേ, ഇവിടെ ഊ ഉണ്ട്, അതിനുശേഷം ക ആണ് വന്നിട്ടുള്ളത്. രണ്ടാമത്തെ വാക്കിലെ ആദ്യത്തെ വേർഡ് കായാണ് വന്നിട്ടുള്ളത്, അതുകൊണ്ടാണ് അത് ഷായായിട്ട് മാറിയത്. यहाँ दो में ऊ का स्वर है और उसके बाद का आया है जिससे विसर्ग क्षा होकर दुष्कर बन गया है. അല്ലെ, സിമ്പിൾ ആയിട്ട് നമുക്ക് മനസ്സിലാവും. നമ്മൾ സന്ധി പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്ന പോർഷനാണ് സന്ധിയും സമാസവും കേട്ടോ. അപ്പം ഈ ഒരു ക്വസ്റ്റ്യൻ ദുഷ്കർ എന്നുള്ള വാക്ക് ക്ലിയർ ആയി എന്ന് വിചാരിക്കുകയാണ്. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഓക്കെ, അതിന്റെ ഒപ്പം തന്നെ നമ്മൾ 1-2 പോയിന്റ് കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇപ്പൊ നമ്മൾ പറഞ്ഞത് വിസർഗസന്ധിയാണ്. നമ്മുടെ ഓപ്ഷൻസിലുള്ള മറ്റ് 3 സന്ധികളും കൂടി നോക്കാം. യണസന്ധി എന്താന്ന് നോക്കാം. യണസന്ധി तब होती है जब ई ई उ उ या री के बाद कोई भिन्न स्वर आए जैसे सु प्लस आगत स्वागत. दुष्कर में ऐसा कोई मेल नहीं होता. അല്ലെ, യണസന്ധിയിൽ നമ്മൾ പറഞ്ഞു യണസന്ധിയൊക്കെ സ്വരസന്ധിയുടെ ഭേദങ്ങളാണെന്ന്. അപ്പം ഈ ഇ ഉ ഉ റി ഇത്രയും വാക്കുകൾ അക്ഷരങ്ങൾക്ക് ശേഷം ഏതെങ്കിലും വേറെ സ്വരങ്ങൾ, ഏത് സ്വരവും ആയിക്കോട്ടെ, വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? യണസന്ധി ആവും. യണസന്ധി ക്ലിയർ അല്ലേ? അടുത്തത് ഗുണസന്ധിയാണ്. ഗുണസന്ധിയും സ്വരസന്ധിയുടെ തന്നെ ഒരു ഭേദമാണ്. गुणसंधि में आ के बाद ई उ उ या री आने पर क्रमशः ए ओ अर हो जाते हैं. അപ്പം ആ ആയിരിക്കും ഫസ്റ്റ് ലെറ്റർ ആയിട്ട് വരിക, അതായത് ഫസ്റ്റ് ലെറ്ററിന്റെ അവസാന ലെറ്റർ ആയിട്ട് വരിക. അതിനുശേഷം ഇ ഉ ഉ റി ചേർന്ന് കഴിഞ്ഞാൽ ഈ ഓർഡറിൽ തന്നെ എ ഒ അർ എന്നുള്ളത് പോലെ ആവും. ഫോർ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട് മഹാ പ്ലസ് ഇന്ദ്ര മഹേന്ദ്ര അല്ലേ. യഹാം ഏസാ കോയി വികാർ നഹി ഹോ റഹാ ഹെ. അപ്പം നമ്മുടെ ക്വസ്റ്റ്യനുമായിട്ട് ഇതിനൊരു ബന്ധമില്ല എന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അടുത്ത ആയതി സന്ധിയാണ്. ആയതി എന്ന് പറയുമ്പോൾ നമ്മൾ ഐ എന്നുള്ള വാക്ക് പഠിച്ചു വെക്കണം. അവിടെ ആയതി സന്ധി में ये आई ओ औ के बाद कोई भिन्न स्वर आने पर आई आय औ ആവ് में बदल जाता है. ആയതി സന്ധിയിൽ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ എ ഐ അല്ലെങ്കിൽ ഒ ഔവിന് ശേഷം ഏതെങ്കിലും ഒരു സ്വരം വരുന്നു, ആൻഡ് റിസൾട്ടിൽ ഐ ആയ് ഔ ആവ് ഏതെങ്കിലും ഒരു അക്ഷരം വരുന്നു. എക്സാമ്പിൾ നോക്കൂ, നെ പ്ലസ് അൻ നയൻ. കണ്ടോ, അൻ എന്നുള്ളത്. ദുഷ്കറിലും അങ്ങനെ ഒരു നിയമം നമ്മൾ കാണുന്നില്ല. സോ അതുകൊണ്ട് ദുഷ്കർ എന്താണ്, ഒരു വിസർഗസന്ധി, അതായത് ഇങ്ങനെ കണക്ട് ചെയ്ത് ഇതിങ്ങനെ വരുന്നില്ല എന്ന് നമ്മൾ സാധൂകരിക്കാൻ കേട്ടോ. നമ്മൾ പഠിക്കുകയാണെങ്കിലും അല്ലെങ്കിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യുകയാണെങ്കിലോ അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസ് പഠിക്കുകയാണെങ്കിലും എന്ത് ചെയ്യുമ്പോഴും ബാക്കി ഓപ്ഷൻസ് നമുക്ക് മറ്റേതല്ല എന്ന് കണക്ട് ചെയ്യണം. അത് എന്താണെന്നും കൂടി നമ്മൾ അറിഞ്ഞു വെച്ച് വേണം എല്ലാ ക്വസ്റ്റ്യൻസും പഠിച്ചു പോകാൻ. അങ്ങനെയാകുമ്പോൾ നമ്മൾ ആ ഒരു കോൺസെപ്റ്റ് മറന്നു പോകില്ല കേട്ടോ. സോ ആ ഒരു ക്വസ്റ്റ്യൻ സ്പഷ്ടമായി എന്ന് വിചാരിക്കുകയാണ്. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. 26ാമത്തെ ചോദ്യം, मैथिली बोली को भारतीय संविधान में किस प्रकार का दर्जा प्राप्त है? മൈഥിലി ബോലി ഭാരതീയ സംവിധാനത്തിലെ ഏത് പ്രകാരമുള്ള ദർജയാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ബോലിയാണോ, ഉപഭാഷയാണോ, സ്വതന്ത്ര ഭാഷയാണോ, ഉപബോലിയാണോ? ബോലികള്, ഉപഭാഷകള്, സ്വതന്ത്ര ഭാഷ എല്ലാം നമുക്ക് അറിയുന്ന കാര്യങ്ങളാണ്. ഫൈൻ. അപ്പൊ മൈഥിലി എന്നുള്ളത് ഭാരതീയ സംവിധാനത്തിലെ ഏത് പ്രകാരമുള്ള ദർജയാണ് കിട്ടിയിട്ടുള്ളത്? ഇതൊരു സ്വതന്ത്ര ഭാഷയാണ് അല്ലെ. നമുക്കറിയാം വിദ്യാപതി മൈഥിൽ കോകിൽ എന്ന് അറിയപ്പെടുന്ന വ്യക്തിയാണ്. മൈഥിലി എന്ന് പറയുന്ന ഒരു സ്വതന്ത്രമായിട്ടുള്ള ഭാഷ തന്നെയാണ് നമ്മുടെ സംവിധാനിക്കാനുസാർ. അത് നമ്മുടെ 22 ഭാഷകളിൽ അല്ലെ സ്ഥാനം പിടിച്ചിട്ടുള്ള ഒരു ഭാഷ തന്നെയാണ് മൈഥിലി ഭാഷ. ഓക്കെ,
मैथिली को भारतीय संविधान में स्वतंत्र भाषा के दर्जा प्राप्त है. 2003 में 92 अല്ലെ 92 संवैधानिक संशोधन अधिनियम द्वारा इसे संविधान की 8वीं अनुसूची में शामिल किया गया है. 92ാമത് അമെൻമെന്റ് പ്രകാരം 8वीं അനുസൂചിയിൽ 22 ഭാഷകളായിട്ട് പിന്നീട് മാറാണ് ചെയ്തത്. അപ്പം അതിൽ ആഡ് ചെയ്ത 4 ഭാഷകളിൽ ഒന്നാണ് നമ്മുടെ മൈഥിലി ഭാഷ. जो इसे एक मान्यता प्राप्त ഭാരതീയ ഭാഷ के रूप में स्थापित करता है. ഒരു ഭാരതീയ ഭാഷയായിട്ട് അതിന് മാന്യത കിട്ടിയിട്ടുണ്ട്. जो इसे एक मान्यता प्राप्त भारतीय भाषा के रूप में स्थापित करता है. यह मुख्य रूप से बिहार और झारखंड में बोली जाती है. അതുകൂടെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ, സ്ഥലങ്ങളൊക്കെ, കാരണം ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ കണ്ടില്ലായിരുന്നു. और इसका एक लंबा साहित्यिक इतिहास रखा है. ഒരു ഭയങ്കര ലോങ് ആയിട്ടുള്ള സാഹിത്യ പദാവലി, വിദ്യാപതിയുടെ പദാവലിയൊക്കെ മൈഥിലി ഭാഷയിലുള്ളതാണ്. അപ്പം ഒരു സാഹിത്യ ഇതിഹാസം ഇതിനുണ്ട്, വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു സാഹിത്യിക് ഇതിഹാസം. മൈഥിലി ഭാഷ ഒരു സ്വതന്ത്ര ഭാഷയാണ്. ഒരു ഈസി ആയിട്ടുള്ള എല്ലാവർക്കും മാനേജ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. മൂവിംഗ് ടു 27th क्वेश्चन. ध्वन्यालोक ग्रंथ में किस शब्द शक्ति का विवेचन किया गया है? ഓക്കെ, ഇതൊരു എന്താ പറയാ, നമ്മൾ ധ്വനി സിദ്ധാന്തം പഠിക്കുമ്പോൾ നമ്മൾ പഠിക്കുന്നതാണ്, പക്ഷെ ഒരു വേറെ രീതിയിൽ ചോദിച്ചിട്ടുണ്ട് എന്നാണ് മാത്രം. ധ്വന്യാലോക് ഗ്രന്ഥില് ഏത് ശബ്ദശക്തിയുടെ വിവേചനമാണ് ചെയ്തിട്ടുള്ളത്? അഭിധ, ലക്ഷണ, വ്യഞ്ജന, കോയിനഹി. അഭിധ, ലക്ഷണ, വ്യഞ്ജനയ്ക്ക് എന്താന്ന് നമുക്കറിയാം. ഒരു സെന്റൻസ് വന്നിട്ട് അതിൽ ഏത് ശബ്ദശക്തിയാണെന്നുള്ള ചോദ്യം നമ്മൾ പ്രീവിയസ് ഡിസ്കഷനിൽ കണ്ടു അല്ലെ. അഭിധ ഡയറക്റ്റ് ആണ്, ലക്ഷണയിൽ ലക്ഷ്യാർത്ഥാണ്, വ്യഞ്ജനയിൽ വ്യംഗ്യാർത്ഥാണ്. അങ്ങനെയാണെങ്കിൽ ധ്വന്യാലോക് എന്തിന്റെയാണ്? ധ്വനി സിദ്ധാന്തവുമായി ബന്ധപ്പെട്ട ആനന്ദവർദ്ധന്റെ ധ്വനി സിദ്ധാന്തവുമായി ബന്ധപ്പെട്ടുള്ളതാണ് അല്ലെ. ഇത്രയും കിട്ടി കാണുമെന്ന് വിചാരിക്കുകയാണ്. ഇത്രയും പറഞ്ഞപ്പോൾ തന്നെ നമുക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റണം, കാരണം അത്രയും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഭാരതീയ കവിശാസ്ത്രത്തിൽ നമുക്ക് പഠിക്കാനുള്ളത്. ഫൈൻ. വ്യഞ്ജന ശബ്ദശക്തിയാണ്, വ്യഞ്ജനയാണ് ഉത്തരം. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. സോ അതിന്റെ 1-2 പോയിന്റ്സ് നോക്കാം. ध्वन्यालोक ग्रंथ में मुख्य रूप से व्यंजना शब्द शक्ति का विवेचन किया गया है. आचार्य आनंदवर्धन ने ध्वनि सिद्धांत की स्थापना करते हुए व्यंजना शब्द शक्ति के माध्यम से प्रतीयमान अर्थ व्यंग्यार्थ को काव्य की आत्मा माना है. ഈ ഒരു ചോദ്യം പല രീതിയിൽ തിരിച്ചു മറിച്ചൊക്കെ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ആചാര്യ ആനന്ദവർദ്ധൻ ഏത് ശബ്ദശക്തിനെയാണ് കവിക്ക് ആത്മ എന്ന് പറഞ്ഞത് ചോദിക്കാറുണ്ട്. വ്യഞ്ജന ശക്തിയിൽ ഏത് അർത്ഥമാണ്? പ്രതീയമാന അർത്ഥാണ് അല്ലെങ്കിൽ വ്യംഗ്യാർത്ഥാണ് എന്നൊക്കെയുള്ള രീതിയിൽ. അപ്പം അദ്ദേഹം വ്യംഗ്യാർത്ഥനാണ് ഇമ്പോർട്ടൻസ്, അല്ലെങ്കിൽ വ്യംഗ്യാർത്ഥാണ് കാവ്യ ആത്മ എന്ന് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ഓപ്ഷൻ വ്യഞ്ജന ശബ്ദശക്തിയാണ് കേട്ടോ. यह ग्रंथ वाच्य और लक्ष्यार्थ से भिन्न छिपे हुए अर्थ की प्रधानता को स्थापित करता है. വാച്യാർത്ഥം ലക്ഷ്യാർത്ഥം അല്ലാതെ ചിപ്പാ ഹുവ അർത്ഥം, അതായത് വ്യംഗ്യാർത്ഥം അല്ലെ, അതിനാണ് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ളത്. അപ്പം ധ്വന്യാലോക, ആനന്ദവർദ്ധൻ, ധ്വനി സിദ്ധാന്ത കാര്യങ്ങളൊക്കെ ഒന്ന് റീകോൾ ചെയ്തെടുക്കുക. ഫൈൻ. ഇതും ഒരു നല്ല ചോദ്യമായിരുന്നു. അടുത്ത ചോദ്യം 28ാമത്തെ ചോദ്യം. ഹിന്ദി की प्रमुख व्याकरणिक कोटियां है. ഹിന്ദിയിലെ പ്രമുഖമായിട്ടുള്ള ഗ്രാമാറ്റിക്കൽ സ്ട്രക്ചേഴ്സ് ഏതൊക്കെയാണ്? ഓപ്ഷൻ എ ലിംഗ, വചൻ, പുരുഷ്, കാരക്, കാൽ. ഓപ്ഷൻ ബി ലിംഗ, സംഖ്യ, രൂപ്, രംഗ്. ക്രിയ, സംഖ്യ, സഖ്യ, സർവനാം, അവ്യയ്. ഓപ്ഷൻ ഡി വരുന്നത് ശബ്ദ, വാക്യ, സന്ധി, സമാസ്. വ്യാകരണിക് കോട്ട്യാം എന്നൊരു സിലബസിൽ നമുക്ക് എന്താ നമ്മുടെ സിലബസിൽ തന്നെ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞിട്ടുണ്ട് അല്ലെ, വ്യാകരണിക് കോട്ട്യാം. പക്ഷെ ഈ ഒരു ക്വസ്റ്റ്യൻ കാണുന്ന സമയത്ത് നമുക്കത് കൺഫ്യൂഷൻ ആവാനായിട്ട് ചാൻസ് ഉണ്ട്. ഇതില് ലിംഗ, വചൻ, പുരുഷ്, കാരക്, കാൽ എന്നുള്ള ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ലിംഗ നമുക്കറിയാം, പുല്ലിംഗ, സ്ത്രീലിംഗ, വചൻ കാര്യങ്ങളൊക്കെ നോക്കാം. हिंदी की प्रमुख व्याकरणिक कोटियां लिंग, वचन, पुरुष, कारक और काल है. ये संज्ञा, सर्वनाम, विशेषण और क्रिया शब्दों के रूप बदलने में मदद करती है. അല്ലെ, സംജ്ഞ, സർവനാം, വിശേഷൻ, ക്രിയയുടെ രൂപമാറ്റത്തിന് ഹെൽപ്പ് ചെയ്യുന്ന കാര്യങ്ങളാണ് ലിംഗ, വചൻ, പുരുഷ്, കാരക്, കാൽ എന്നുള്ളതൊക്കെ. എന്താണ് എല്ലാം നമുക്കറിയാം, അതിന്റെ കാറ്റഗറീസ് അറിയാം. സെന്റൻസ് വന്നിട്ട് ഇതിൽ ഏത് ലിംഗാണ്, അല്ലെങ്കിൽ ഒരു വാക്ക് എന്നിട്ട് അത് ഏത് ലിംഗാണ്, അതിന്റെ പുരുഷ ലിംഗം ഏതാണ്, ഈ വചൻ ചോദിക്കാറുണ്ട്. കാൽ അല്ലെ, ഒരു സെന്റൻസിൽ കാൽ ഏതാണെന്നൊക്കെ ചോദിക്കാറുണ്ട്. ഫൈൻ. ജിസ്സെ വാക്യമേം ഉൻകാ സംബന്ധ സ്പഷ്ട. ഇതിലൂടെയാണ് ആ ഒരു സെന്റൻസിൽ അതിന്റെ സംബന്ധ റിലേഷൻ നമുക്ക് സ്പഷ്ടമാവാനായിട്ട് നമ്മളെ സഹായിക്കുന്ന കാര്യങ്ങളാണ് ലിംഗവചനമൊക്കെ കേട്ടോ.
हिंदी में मुख्य रूप से 2 लिंग होता है, पुल्लिंग और स्त्रीलिंग. ധർമ്മീനോ അല്ലെ നമുക്കറിയാവുന്നതാണ് പുല്ലിംഗം സ്ത്രീലിംഗമാണ് ഹിന്ദിയിൽ മെയിൻ ആയിട്ടുള്ളത്. വചനം അതുപോലെ തന്നെ ബഹുവചനാണ് ഏകവചൻ ഓർ ബഹുവചൻ. കാരക്ക് നമുക്കറിയാം നേക്കോസെ കാക്കേക്ക് മേംപർ എന്ന് പറയുന്ന രീതിയിലുള്ള കാരക്ക്, കാല് അതുപോലെ 3 കാലുണ്ട് അല്ലെ. പ്രസന്റ് ടെൻസ് ഭൂതകാൽ, ഭവിഷ്യത് കാൽ, വർത്തമാൻ കാൽ, അങ്ങനെ 3 കാല്. അതിൽ തന്നെ ഡിവിഷൻസ് എല്ലാം നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കണം കേട്ടോ. സോ ദ ആൻസർ ഇസ് ഓപ്ഷൻ എ. 29ാമത്തെ ചോദ്യം, ഗലത് ജോഡി കോ പഹചാനിയെ. അപ്പൊ തെറ്റായിട്ടുള്ള പെയറിനെ കണ്ടുപിടിക്കണം. ഐതിഹാസിക് ആലോചന രാമചന്ദ്ര ശുക്ല, സമാജ് ശാസ്ത്രീയ ആലോചന രാംവിലാസ് ശർമ്മ, മനോവൈജ്ഞാനിക ആലോചന ഹസാരി പ്രസാദ് ദ്വിവേദി, രൂപവാദി ആലോചന ഗണപതി ചന്ദ്രഗുപ്ത്. ഇത് നമ്മുടെ ക്രിറ്റിസിസവുമായി ബന്ധപ്പെട്ടിട്ടുള്ള അല്ലെ രാമചന്ദ്ര ശുക്ല ഈ പറഞ്ഞ വ്യക്തികളൊക്കെ ആലോചന ഇവരുടെയൊക്കെ ആലോചനാസം ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അപ്പം ഏത് വിധയിൽ അല്ലെങ്കിൽ ആലോചനയിൽ തന്നെ ഏത് ടൈപ്പ് ഓഫ് ആലോചന എഴുതുന്ന ആൾക്കാരാണെന്നാണ് ചോദ്യം. അതിൽ കറക്റ്റ് തെറ്റായിട്ട് ഗലൽ എന്നാണ് എഴുതിയിട്ടുള്ളത് അല്ലെ. ഗലത്താണ്, ഗലത്ത്. തെറ്റായിട്ടുള്ള ജോഡി. രൂപവാദി ആലോചന ഗണപതി ചന്ദ്രഗുപ്ത്. നമുക്കറിയാം രാമചന്ദ്ര ശുക്ല ഒരു ഐതിഹാസിക് ആയിട്ടുള്ള ഹിസ്റ്റോറിക് ആയിട്ടുള്ള കാര്യങ്ങൾ എഴുതിയിട്ടുള്ള ഇതിഹാസവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് കൂടുതലായിട്ട് എഴുതിയിട്ടുള്ളത്. രാംവിലാസ് ശർമ്മ സമാജശാസ്ത്രിയാണ്. മനോവൈജ്ഞാനിക് ആണ് ഹസാരി പ്രസാദ് ദ്വിവേദി. സൈക്കോളജിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇദ്ദേഹം കൂടുതലായിട്ട് പറഞ്ഞിട്ടുണ്ട്. സോ ഓപ്ഷൻ ഡി ആണ്, രൂപവാദി ആലോചനയാണ് തെറ്റായിട്ടുള്ള ജോഡ. ഈ ഒരു സെക്ഷനിലെ ഒരു അടുത്ത ചോദ്യമാണ് അവസാനത്തെ ചോദ്യം. चंदन तरु में वास करे सर्प, इस वाक्य में कौन सी शब्द शक्ति है? शब्द शक्तिയിൽ നിന്ന് ഐ തിങ്ക് മൂന്നാമത്തെ ഒരു ചോദ്യമാണ് കേട്ടോ അത്. ഓക്കെ, ഇൻവെർട്ടഡിലില്ല. ചന്ദൻ തരുമേ വാസ് കരേ സർപ്പ, ഇതില് ഏത് ശബ്ദശക്തിയാണ്? അഭിധ, ലക്ഷണ, വ്യഞ്ജന എന്നിൻ കോയി നഹി അല്ലെ. കോയി നഹി എന്നുള്ളത് നമ്മൾ കുറെ റിപ്പീറ്റഡ് ആയിട്ട് ഇപ്പൊ പറഞ്ഞിട്ടുണ്ട്. അഭിധയും ലക്ഷണയും വ്യഞ്ജനയും എന്താ നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അർത്ഥം നോക്കൂ, ചന്ദന തരുമേം വാസ്കരേ സർപ്പ്. കിട്ടിയല്ലോ, കിട്ടി കാണുന്ന ഞാൻ വിചാരിക്കണം. വ്യഞ്ജന ശബ്ദശക്തിയാണ് കേട്ടോ, വ്യംഗ്യാർത്ഥാണ് ഇതിൽ പറയുന്നത്. ഓപ്ഷൻ സി കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഫൈൻ. അപ്പൊ ഈ ഒരു സെക്ഷനിൽ നമ്മൾ വെറും 10 ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്തത്. ബട്ട് അതിൽ നിന്ന് തന്നെ നമുക്ക് ഡീപ്പായിട്ട് കുറെ ആൻസേഴ്സ് കിട്ടി കാണും. സോ ഹോപ്പ് ദിസ് വാസ് യൂസ്ഫുൾ. ആൻഡ് അടുത്ത ക്ലാസ്സിൽ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിന്റെ അടുത്തൊരു സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് കൂടി കാണാം. സോ ടിൽ ദെൻ ബൈ.